നമസ്തേ. നമ്മൾ അടുത്ത മന്ത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടത് എന്താണ്? ആ മന്ത്രം ഒന്ന് നോക്കാം. ഓം യസ്ത്വാ ദേവി സരസ്വത്യുപബ്രൂതേ ധനേഹിതേ ഇന്ദ്രം ന വൃത്രതൂര്യേ. ഓം യസ്ത്വാ ദേവി സരസ്വത്യുപബ്രൂതേ ധനേഹിതേ ഇന്ദ്രം ന വൃത്രതൂര്യേ. ഓം യസ്ത്വാ ദേവി സരസ്വത്യുപബ്രൂതേ ധനേഹിതേ ഇന്ദ്രം ന വൃത്രതൂര്യേ. ദേവി സരസ്വതി, അല്ലയോ സരസ്വതി ദേവി അമ്മേ, ഏതൊരുവനാണോ ഹിതേ ധനേ ഹിതകാരിയായ ധനത്തിനായിക്കൊണ്ട് ത്വാ നിന്നെ ഉപബ്രൂതേ 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 വിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അവനെ വൃത്രതൂര്യേ ഇന്ദ്രം ന ശത്രുവിന് മേൽ വിജയം നേടുന്ന ഇന്ദ്രനെ പോലെ ഐശ്വര്യവാനാക്കി തീർത്താലും. അപ്പൊ സരസ്വതിയുടെ ഉപാസകന് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാവും, ശത്രുവിനുവിനു മേല് വിജയം നേടുന്ന ഇന്ദ്രനെ പോലെ. ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. ഈ മന്ത്രത്തിൽ പറയുന്നത് അമ്മയായ സരസ്വതി ഏതൊരുവനാണോ ഹിതകാരിയായ ധനത്തിനായിക്കൊണ്ട്, അഹിതകരമായ ധനത്തിനായിക്കൊണ്ടല്ല, വളരെ ശ്രദ്ധിക്കുക, അഹിതകരമായ ധനത്തിന് വേണ്ടിയല്ല, ഹിതകാരിയായ ധനത്തിനായിക്കൊണ്ട് ത്വാ നിന്നെ ഉപബ്രൂതേ വിളിക്കുന്നത്, അമ്മയെ പ്രാർത്ഥിക്കുന്നത്, അമ്മയെ വിളിക്കുന്നത്, അവനെ വൃത്രതൂര്യേ ഇന്ദ്രം ന ശത്രുവിന് മേൽ വിജയം നേടുന്ന ഇന്ദ്രനെ പോലെ ഐശ്വര്യവാനാക്കി തീർത്ത്. എന്താ ഇതുകൊണ്ടാണ് രാജാക്കന്മാർ വിജയദശമി ആഘോഷിക്കുന്നത്. മൈസൂരിലായാലും തിരുവനന്തപുരത്തായാലും ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് വിജയദശമി ഗംഭീരമായി വരുന്നത്. കാരണം അവിടെ അതിനൊരു സൈന്യത്തിൻ്റെയും പിന്നെ അതേപോലെ തന്നെ ശത്രു രാജ്യത്തിൻ്റെയും മേലുള്ള വിജയവും ഒക്കെ ഈ സങ്കല്പത്തിൽ കടന്നു വരുന്നുണ്ട്. ഇവിടെ യഥാർത്ഥ ശത്രു നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ എന്താണ്, നമ്മുടെ ഉള്ളിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നെഗറ്റീവ് തോട്ട്സാണ്. നമ്മളെ മേൽ തന്നെ പരാജയപ്പെടേണ്ട ഒരു അവസ്ഥയാണല്ലോ പലപ്പോഴും. അതിനെ വിജയിക്കാൻ എനിക്ക് സരസ്വതി നാവിൽ വേണം. ഇതാണ് ഈ പറഞ്ഞ മന്ത്രത്തിന്റെ അർത്ഥം. ഇതെല്ലാം വിശദീകരിച്ച് നമുക്ക് ക്ലാസ്സുകളിൽ പഠിക്കാമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്താ പദ്ധതി മാറ്റുക, നമുക്ക് പറ്റണം. അതുവരെ എങ്ങനെ സാധിക്കും എന്നൊക്കെ നമുക്ക് അവിടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനേ പറ്റൂ. ഏതായാലും ഇതിന്റെ അർത്ഥം ഇത്രയാണ്.